ഹായ് ഫ്രാൻസ്, ഹായ് ഗെയ്സ്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ലുലു പി വി ആറിന്ന് 7 മണിയുടെ ഷോ മിറായ് മൂവി കാണുന്നത്. അപ്പോൾ തേജ തേജ സജ്ജ ഹനുമാന് ശേഷം അഭിനയിക്കുന്ന പടം, കാർത്തിക് എട്ടുമാനി സംവിധാനം ചെയ്യുന്ന പടം. അപ്പോൾ ഈ പടത്തിന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഹനുമാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതിലെ ഹനുമാൻ എന്നൊരു ക്യാരക്ടർ വെച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിലെ VFSും കാര്യങ്ങളും. പിന്നെ ഒരു തെലുങ്ക് പടം കാണുന്ന സമയത്ത് നമുക്കറിയാം ബിഗ് ബഡ്ജറ്റിൽ ഒരു പടം എടുക്കുക, VFSും BGM ആയാലും ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതി ആയാലും, പിന്നെ ഫണ്ടിന് യാതൊരു കോംപ്രമൈസ് ഇല്ല അവർ വിഷ്വൽ സൈഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൊക്കേഷൻസ്. അപ്പോൾ ഈ പടവും നമുക്ക് നല്ല പ്രതീക്ഷയോടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. പടം ഒറ്റ വാക്കിൽ പറഞ്ഞ് എനിക്കൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ലോജിക്ക് കാര്യങ്ങളൊന്നും നോക്കി പോകരുത്. പ്രത്യേകിച്ച് ഇത് രാമായണം ബേസിലൊരു ക്യാരക്ടർ, ശ്രീരാമനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കഥയും കൂടിയാണ്. ഒരു 9 ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ദൈവത്തിനേക്കാളും വലിയ ശക്തിയായിട്ട് ആൾ മാറും. അവനെ തടുക്കാൻ വരുന്നൊരു നായകനാണ്. അപ്പോൾ ശ്രീരാമൻ ഉപയോഗിച്ചിരുന്നൊരു ആയുധമാണ്. ആയുധം ഒരു സ്ഥലത്തുണ്ട്. അത് വില്ലനെ സ്വന്തമാക്കാൻ പറ്റരുത്. കാരണം അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ ദൈവത്തിനേക്കാളും വലിയ ശക്തിയായിട്ട് മാറും. അതിന് കുറേ കാരണങ്ങളൊക്കെ പടത്തിൽ പറയുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നൊരു കഥ. അത് നല്ല വിഷ്വൽ സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് എടുത്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ ചെറിയ ചെറിയ ഉടായ്പകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പം അയാൾക്ക് വലിയൊരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം അതിലൂടെ നമ്മുടെ കഥ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാണ്. നല്ല ആക്ഷൻസ്, അതുപോലെ ഫാൻറ്റസി പടം, നല്ല ത്രില്ലാണ്, റൊമാൻസ്, ഒരു മിത്ത് സംഭവങ്ങളൊക്കെ പിടിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ അയാളുടെ വരവാണ്. ആ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇതിൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തേജ സച്ച നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൾ ഓരോ ഫിലിം കഴിയുമ്പോഴും നല്ല രീതിയിൽ അഭിനയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ജയറാമിന് എനിക്ക് കിഡ് പെർഫോമൻസ് അടുത്ത കാലത്ത് കാണാൻ പറ്റും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജയറാം മലയാള സിനിമയുടെ സമയത്ത് ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾ കൂടുതൽ അന്യസംസ്ഥാന പടങ്ങളാണ് ചെയ്യുന്നത്. തെലുങ്കും തമിഴൊക്കെയാണ് കൂടുതൽ, കന്നഡയൊക്കെയാണ്. ഇതിലാൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അഗസ്ത്യമിനോട്ടൊരു ക്യാരക്ടറാണ്. ഒരു കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പ്രത്യേക ഒരു ഡയലോഗ്, ഒരു വില്ലിനെ കുറിച്ച് പറയുന്നൊരു ഇതുണ്ട്. ഇത് മറ്റുള്ളവൻ്റെ കയ്യിലിരുന്ന ആയുധമാണ്, ശ്രീരാമൻ്റെ കയ്യിലിരുന്നാൽ ഇത് സമാധാനം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നമുക്ക് ചിന്തിക്കാം. ജാതിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പ്രത്യേകിച്ച് തെലുങ്ക് കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ അവിടെയൊക്കെ വ്യക്തമായ പൊളിറ്റിക്കലി മതം കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പടത്തിന് കുറേ കാര്യങ്ങളുണ്ട്. ഒരു വില്ലൻ്റെ പാസ്റ്റൊക്കെ പറയുന്നുണ്ട്. വില്ലൻ്റെ പാസ്റ്റ് പറയുന്നത് വെച്ചാൽ വില്ലൻ ഒരു ഉന്നത കുലജാതനല്ല, അപ്പോൾ ഭയങ്കര സാധാരണ ജനിച്ചതാണ്. അപ്പോൾ പിന്നെ 1-2 വിഷയങ്ങൾ ഇൻസ്റ്റൻസിൽ അവൻ ശാപമുള്ള ആളാണ്, അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, കല്ലെറിയുന്നുണ്ട്. പക്ഷേ ഈ വില്ലൻ്റെ ഒരു പാസ്റ്റ് വെച്ചിട്ട് ആൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ആളാണ് ഈ വേദത്തിന് കണക്റ്റായിട്ട് വരുന്ന ഒരാൾ. അപ്പോൾ അയാൾ അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. കാരണം അയാൾ ഈ ജാതിപരമായിട്ട് വിമർശിക്കപ്പെടും. ഇപ്പോഴും നമ്മുടെ കാലഘട്ടങ്ങളിൽ ഈ 2025 ഫിലിം എടുക്കുന്ന സമയത്ത് ഈ ഉന്നത കുലജാതന്മാർ ചെയ്താലാണ് ശരിയാവും എന്നുള്ളൊരു, പ്രത്യേകിച്ച് രാമായണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാ പടങ്ങളിലും ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ടെന്നും കൂടി എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ അതൊന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വില്ലൻ്റെ ഒരു പാസ്റ്റ് വരുന്നത്. വില്ലൻ മറ്റേ കണ്ണപ്പയുടെ അഭിനയിച്ചില്ല, വിഷ്ണു മാഞ്ചുവിൻ്റെ ബ്രദർ വിനോദ് മാഞ്ചു എന്നാണ് പേര് തോന്നുന്നത്. ആളാണ് വില്ലനായിട്ട് വരുന്നത്. മോശമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പേര് ഞാൻ മറന്നു. ഒരു അത്യാവശ്യം കരോട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരാൾ, യുഗ എന്നാണ് ആ പടത്തിൻ്റെ ആളുടെ ക്യാരക്ടറിനെ. ഗംഭീര അടിയുള്ള ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ കിടുവാണ്. അതുപോലെ ജഗപതി റാവു, ശ്രീയാസരൻ, അംബിക എന്നൊരു ക്യാരക്ടർ അത് ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളുടെ പെർഫോമൻസ് ഞെട്ടിക്കുന്ന പെർഫോമൻസാണ് ആൾ കാഴ്ചവെച്ചുള്ളത്. ആൾ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓൾറൗണ്ടർ എല്ലാവരും, ഈ എൻ്റെ കുട്ടിക്കാലം ചെയ്യുന്ന വില്ലൻ്റെ കുട്ടിക്കാലം ചെയ്യുന്ന ആളുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, സലാറിൻ്റെ പൃഥ്വിരാജിൻ്റെ കുട്ടിക്കാലം ചെയ്ത പയ്യ അത് ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ ചെറുപ്പകാലം കാണിക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്, കുറേ റെഫറൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവരുടെ യാത്രയാണ് നായകൻ്റെ. അപ്പോൾ ആൾ വാരണാസിയിൽ നിന്ന് പോകുന്ന, വാരണാസിക്ക് നല്ല ഇതിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്, കൽക്കത്തയിലെത്തി, അവിടെ നിന്ന് ഇങ്ങനെ ഹൈദരാബാദിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്വേഷിച്ച് വരികയാണ്. കാരണം തിന്മയെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നന്മയുള്ള ആളെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ അതിങ്ങനെ കുറേ റെഫറൻസ് കാണിക്കുന്നു. അതുപോലെ ക്ലൈമാക്സിലൊരു കുംഭമേള സംഭവം ഒക്കെ കാണിക്കുന്നുണ്ട്. അത് വില്ലനും നായകനും നമ്മളൊരു ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളും യുദ്ധം ആയിട്ട് കണക്റ്റഡ് ആയിട്ടൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്താണല്ലോ കുംഭമേള നടന്നത്. അപ്പോൾ അതിൻ്റെ റെഫറൻസൊക്കെ എടുത്ത് ചെയ്തത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. പിന്നെ ട്രെയിനിൻ്റെ മുകളിലുള്ള ഫൈറ്റിംഗ് കാര്യങ്ങൾ ആസ് യൂഷ്വൽ നമ്മളെല്ലാ പടത്തിലും കാണുന്ന പോലെ തെലുങ്ക് പടത്തിലെല്ലാം മാസ് മസാല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ജഡായുവിനെ കാണിക്കുന്നുണ്ട്. ജഡായുവിനെ കാണിക്കുന്ന ഒരു എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറായി വീണ്ടെടുക്കാൻ വേണ്ടി അവിടെ എത്തണം. അപ്പോൾ ഹിമാലയാണ് കാണിക്കുന്നത്. അതിൽ ആ ജഡായുവിനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ VFS പൊള്ളിയാണ്.
ഒരു രക്ഷയില്ല. ആ ജഡായി വരുന്ന സീനൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിന് ജഡായി ഒരു സീനുണ്ട്. അതൊക്കെ ടോട്ടലി അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ജാതി ബ്രാഹ്മണ്യം അങ്ങനെ കാര്യങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ഉന്നത കുലജാതനാവണം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ആ മൈൻഡ് ഒന്നത് ഈ തെലുങ്കന്നഡ പടങ്ങളിലൊക്കെ ഉള്ള സംഭവം കൂടിയാണ്. അപ്പം അതുകൊണ്ടൊന്നത് ഒരു വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരു വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, ടെക്നിക്കലി അഴിഞ്ഞാടിയിട്ടുള്ള വിഷ്വൽസ് ആയാലും എഡിറ്റിംഗ് ആയാലും VFS ആയാലും BGM ആയാലും, BGM ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് ഇവരെ പ്രത്യേകിച്ച് നമ്മൾ തമിഴ് തെലുങ്ക് പടങ്ങളിലൊക്കെ കൂടുതൽ അറിയാം. നമ്മളിപ്പോൾ ഒരു നായക വീണ് കിടക്കുന്ന സമയത്തൊക്കെ എണീക്കാൻ ഒരു കാറ്റ് വരുന്നു എന്നൊക്കെ സാധനങ്ങൾ വരുമ്പോൾ അങ്ങനെ കുറേ രസം പിടിച്ച ഒരു ഹിന്ദുത്വ ശ്ലോകങ്ങളൊക്കെ ഓടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തരിപ്പിക്കുന്നുണ്ട്. ആ സാധനമൊക്കെ രസമായിട്ടുണ്ട്. BGM നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെറ്റുകളൊക്കെ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഒരു പോലീസുകാരായിട്ട് വരുന്ന ക്യാരക്ടേഴ്സൊക്കെ വലിയ രീതിയിൽ വെറുപ്പിക്കാണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ കോമഡികളൊക്കെ ഇട്ട് തരുന്നുണ്ട്. ഒരു വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി ആ രീതിയിൽ കാണാം. പിന്നെ ലോജിക്ക് ഇതൊന്നും കൊണ്ടുപോകരുത്. രാമായണത്തിലൊരു ക്യാരക്ടർ ശ്രീരാമനെ വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരു ആയുധമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു കഥയാണ്. അത് 2025 വരെ എത്തി നിൽക്കുന്നുണ്ട്, ലാസ്റ്റ് കുംഭമേള വരെ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, എന്തായാലും അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കമൻറ്റ്സൊക്കെ ചെയ്യുക.